നാത്തോൺ സ്പൈസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ഇന്ന് നമുക്ക് ദം പൊറോട്ട ഉണ്ടാക്കിയാലോ. കിഴി പൊറോട്ടയ്ക്കും നിധി പൊറോട്ടയ്ക്കും ഒക്കെ ശേഷം ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ദം പൊറോട്ട. ബിരിയാണിയുടെ ദം പൊട്ടിക്കുമ്പോൾ മാത്രമല്ല കേട്ടോ, ഇത് പൊട്ടിക്കുമ്പോഴും നല്ല കിടുവാസനയാണ്, നല്ല കിടുക്കാച്ച് ടേസ്റ്റും. ചട്ടി കാലിയാവുന്നത് നമ്മൾ അറിയില്ല. മൺചട്ടിയിൽ വാഴയിലൊക്കെ വെച്ചിട്ടാണ് ഇത് ദം ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാ ദം ചെയ്യുന്നതെന്ന്. നല്ല കിടുക്കാച്ച് ചിക്കൻ്റെ ഗ്രേവിയിൽ അങ്ങനെ പൊതഞ്ഞ് കുതിർന്ന് കിടക്കുന്ന പൊറോട്ട എടുത്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഓ അടിപൊളി ടേസ്റ്റാ. ഈ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത ഞങ്ങളുടെ ഫ്രണ്ട് ക്രിസിനൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ടേ. നമുക്കിത് എങ്ങനെയാണ് ദം ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മൺചട്ടിയിൽ വാട്ടിയ ഒരു വാഴയില വെച്ച് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇതിനൊക്കെ നല്ല വാസനയുള്ള വെളിച്ചെണ്ണ ഉണ്ടെങ്കിലല്ലേ നന്നായി വരുള്ളൂ. ആദ്യത്തെ ലെയറായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കറിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ദം ഇടുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫില്ലിംഗ് ആയിട്ട് വരുന്ന ഈ ചിക്കൻ കറി. ചിക്കൻ കറിയുടെ ടേസ്റ്റ് എത്രത്തോളം നന്നാവുന്നോ നമ്മുടെ ദം പൊറോട്ട അത്രത്തോളം സൂപ്പറാവും. ചിക്കൻ കറിയുടെ മേളിലേക്ക് ഒരു പൊറോട്ട വെച്ച് കൊടുക്കാം. അതിന്റെ മേളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കറി വീണ്ടും ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിലും എന്നാൽ ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ടും ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഞാൻ ഇതിനൊപ്പം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കല്ലേ. അതിന്റെ കൂടെ തന്നെ നമ്മളൊരു പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുത്തു. അതിന്റെ മേളിലേക്ക് ഇനി 2 പൊറോട്ട വെച്ച് കൊടുക്കാം. ഈ പൊറോട്ട ഞാൻ വീട്ടിൽ വീശാതെ ഉണ്ടാക്കിയ പൊറോട്ടയാണ്. നമുക്ക് കുറച്ചുകൂടെ എണ്ണ അധികമൊന്നും ഉപയോഗിക്കാതെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെസിപ്പി പിന്നെ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മുടെ അടുത്ത ലെയറായിട്ട് ചിക്കൻ കറിയും ഗ്രേവിയും ചേർത്ത് കൊടുക്കുകയാണ്. അതിന് മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള, അതുപോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിനയിലയും കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ബിരിയാണി പോലെ ഒരുപാട് മല്ലിയിലയും പുതിനയിലയും ഇട്ടാൽ ഇതിൻ്റെ ടേസ്റ്റ് അത്ര നന്നാവില്ല കേട്ടോ. അപ്പം ഞാൻ വളരെ കുറച്ച് മാത്രമേ അത് ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ആ ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും 2 പൊറോട്ട വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും ആ വറുത്ത കറിവേപ്പിലയും പച്ചമുളകൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ അധികം ചിക്കൻ്റെ ഗ്രേവി ഇടുന്നില്ല കേട്ടോ. കാരണം ഇവിടെ ചിക്കൻ്റെ ഗ്രേവി ഇട്ടാൽ നമ്മുടെ വറുത്ത ചിക്കൻ്റെ ടേസ്റ്റ് അങ്ങ് പോയി പോകും. ഇനി നമ്മുടെ അവസാനത്തെ ലെയറാണ്. ആ അവസാനത്തെ പൊറോട്ട ആ മേളിൽ അങ്ങ് വെച്ചിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും വറുത്ത കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം ആവശ്യത്തിന് അങ്ങ് ചേർത്ത് കൊടുത്തോളൂ. അവസാനമായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ വിതറി കഴിഞ്ഞാൽ നമ്മുടെ ലെയറിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കൊരു വാഴയില വെച്ച് നന്നായിട്ട് മൂടി വാഴവെള്ളി വെച്ച് കെട്ടിയിട്ട് ദം ചെയ്യാം. എനിക്കിവിടെ വാഴവെള്ളി കിട്ടാത്തതുകൊണ്ട് ഞാനൊരു കിച്ചൺ ട്വൈൻ ആണ് എടുത്തിരിക്കുന്നത്. ചെറിയ തീയിൽ ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ദം ചെയ്യാം നമുക്ക്. ഞാൻ ഏറ്റവും ചെറിയ ബർണർ യൂസ് ചെയ്തുകൊണ്ട് ഞാനൊരു 20 മിനിറ്റ് ദം ചെയ്തായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് പെട്ടെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ചിക്കൻ വറുക്കാനുള്ള ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 3-4 പീസ് എടുത്തിട്ടുള്ളൂ. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് അല്ലാത്ത മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി. വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പാപ്രിക്ക കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. ആ പാപ്രിക്ക ചേർക്കുന്ന ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു നന്നായിട്ട് പുരട്ടി ഒരു 30 മിനിറ്റ് വെച്ചാൽ മതിയാവും. വറുക്കാനുള്ള ചിക്കൻ മാറ്റി വെച്ച ശേഷം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. വളരെ എളുപ്പത്തിൽ നാടൻ രീതിയിൽ എന്നാൽ അടിപൊളി ടേസ്റ്റോടു കൂടിയാണ് നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് മീറ്റ് മസാല, കുറച്ച് ചിക്കൻ മസാല എന്നിവയെല്ലാം ഇട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. പതിയെ കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കനാണേ. 1 കിലോ ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്മി വെക്കാം.
ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രം എടുത്ത് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയെല്ലാം അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 2 മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴണ്ടി വരട്ടെ. സവാള നന്നായിട്ട് വഴണ്ടി കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നന്നായിട്ട് എണ്ണ തെളിയും വരെ ഇളക്കി കൊടുക്കാം. എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണം എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അത് ഇളകി നന്നായിട്ട് യോജിച്ചു കഴിഞ്ഞാൽ മൂടി വെച്ചിട്ട് അതിൽ നിന്ന് വെള്ളം ഇറങ്ങാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ചെറിയ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മൂടി വെച്ച് ചിക്കനെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കണ്ട. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ചിക്കൻ എല്ലാം വെന്തതേ ഇതുപോലെ എണ്ണയെല്ലാം മേളിൽ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അവനവൻ്റെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. കുറച്ച് മസാല കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഈ നാടൻ ചിക്കൻ കറി നല്ല കിടുക്കാച്ച് ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5-6 കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 5-8 കാഷ്യൂനട്ട് മതിയാവും. ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്താൽ ഇതുപോലെ പേസ്റ്റ് ആയിട്ട് കിട്ടും. അവസാനമായിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് താളിച്ച് ചേർക്കാം. ഒരുപാട് കുറുകി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ദം ചെയ്യാൻ നേരത്ത് ഗ്രേവി ഒഴിക്കാനായിട്ട് അധികം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പെരുംജീരകം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ വലുതായിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ടാണ് ഇത് താളിക്കുന്നത്. ഈ താളിപ്പ് നിങ്ങൾ ഒഴിവാക്കരുത്, കാരണം ഇതാണ് ഈ ചിക്കൻ കറിയുടെ ഹൈലൈറ്റ്. ആ താളിപ്പ് അതിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വെക്കാം. ആ പച്ച നിറമൊന്നും മാറാതെ വേണം കേട്ടോ നിങ്ങൾ താളിക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കൻ കറി ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ നല്ല ചിക്കൻ കറി റെഡിയായി. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയും വറുത്തെടുക്കാം. ആ സെയിം എണ്ണയിലേക്ക് കുറച്ച് സവാള കൂടി വറുത്തെടുക്കാം. സവാള നന്നായിട്ട് വറുത്ത് മാറ്റിയ ശേഷം നമ്മൾ വറുത്തെടുക്കാൻ വെച്ചിരിക്കുന്ന മാരിനേറ്റ് ചെയ്ത ചിക്കൻ കഷ്ണം ഇട്ട് വറുത്തെടുക്കാം. ആ ചിക്കൻ കഷ്ണം ഒന്ന് പകുതി വേവാകുമ്പോൾ അതിനകത്തേക്ക് കുറച്ചധികം ഒരു പിടി കറിവേപ്പിലയും ഒരു പിടി പച്ചമുളകും ചുമ്മാ അങ്ങ് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അവിടെ. ഇതുപോലെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചെന്നാലാണ് അതിന് സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈയും റെഡിയായി കഴിഞ്ഞു. ഈ കാണുന്ന സാധനങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ ആദ്യം കാണിച്ചിരിക്കുന്ന പോലെ ലെയർ ചെയ്ത് ദം ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ദം പൊറോട്ട റെഡിയായി. കടയിൽ നിന്ന് വാങ്ങുന്ന പൊറോട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ വേറിട്ട രുചികളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.